നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമനിത്യ യോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. വിശാഖം നക്ഷത്രം. കുറേ കാലമായി നിലനിന്നിരുന്ന തൊഴിൽ സംബന്ധമായ ദുരിതങ്ങൾക്ക് ഈ വിഷുക്കാലം കഴിയുന്നതോടെ നിങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതായി കാണുന്നു. വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പുരോഗതി, കുറേ കാലമായിട്ടുള്ള അലസത, മടി എന്നിവ മാറി വിദ്യാഭ്യാസ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ നന്നായി ശോഭിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ വിഷുവിന് ശേഷം വാഹനം, ഭൂമി എന്നിവ വാങ്ങുന്നതിന് ഉത്തമമായ സമയമായി കാണുന്നു. ഈ വർഷം പൊതുവെ നിങ്ങൾക്ക് നൽകുന്നത് നേട്ടങ്ങളുടെ കാലമാണ്. വർഷങ്ങളായി നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങുന്നതായും ജോലി തേടുന്നവർക്ക് വളരെ അനുകൂല സമയമായുമാണ് തെളിയുന്നത്. ജോലിയുള്ളവർക്ക് ഉദ്യോഗക്കയറ്റം, പുതിയ ജോലിക്കുള്ള അവസരം എന്നിവയാണ് കൈവരുന്നത്. നിങ്ങൾ പ്രണയബന്ധങ്ങളിൽ ആകൃഷ്ടരാവാനുള്ള സാധ്യതയും ഉണ്ടാകുന്നതും, അതുപോലെ അതിനോടനുബന്ധിച്ച് വിവാഹത്തിന് വളരെയധികം അനുകൂല സമയമാണ് വരുന്നത്. ഉല്ലാസയാത്ര, തീർത്ഥാടനം, ബന്ധുമിത്രാദി ദർശനം തുടങ്ങിയവ നടത്തുവാനുള്ള മാനസിക സന്തോഷം കാണുന്നു. നിങ്ങളുടെ കർമ്മരംഗങ്ങളിലെല്ലാം വളരെയധികം സാമ്പത്തികമായി ഗുണം ചെയ്യുന്നതായാണ് തെളിയുന്നത്. എന്നാൽ ഈ വരുന്ന മെയ് മാസത്തോടുകൂടി സ്ഥിതി തൊഴിൽ രംഗത്ത് ചില ചെറിയ ബുദ്ധിമുട്ടുകൾക്കും സ്ഥലം മാറ്റത്തിനും ഇടയേക്കാമെങ്കിലും ഉദ്യോഗക്കയറ്റം, ശമ്പള വർധനവ് എന്നിവ ലഭിക്കുന്നതിനാൽ പിന്നീടുള്ള ജീവിതം സന്തോഷകരമായി മാറുന്നതായി കാണാവുന്നതാണ്. നിങ്ങളുടെ കർമ്മസ്ഥാനം മാറുന്നത് കൂടുതൽ ഉത്തരവാദിത്തവും അധ്വാനഭാരവും സഞ്ചാരവും വർദ്ധിപ്പിക്കുന്നു. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം, സാമ്പത്തിക ഭദ്രത, രോഗങ്ങളിൽ നിന്നുള്ള മുക്തി എന്നിവയും പങ്കാളികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നതിന് പരിഹാരവും ഉണ്ടാകുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക സഹകരണങ്ങളും നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്വത്ത്, രേഖകൾ തുടങ്ങിയവ വന്നു ചേരുന്നതായും കാണുന്നു. അന്യനാട്ടിൽ കഴിയുന്നവർക്ക്
സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള അനുകൂലമായ സാഹചര്യമാണ്. ഓഗസ്റ്റ് ആദ്യ പാദം മുതൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങളും മറ്റു സ്രോതസ്സുകളിൽ കൂടിയുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായാണ് മനസ്സിലാവുന്നത്. ഇനി നിങ്ങളുടെ തറവാട്, ബന്ധുകുടുംബങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കുന്നതിലൂടെ നിങ്ങളുടെ പിതൃക്കൾ സന്തോഷിക്കുകയും പൂർവിക പൈതൃകങ്ങളായ ശ്രേയസ്സും കീർത്തിയും വന്നു ചേരുകയും അതിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ മാറുന്നു. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം തന്നെ കാലാനുസൃതമായ ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ കുടുംബരംഗത്തുണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങുന്നു. നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾക്ക് വളരെ അനുകൂലമായ വർഷമാണിത്. പുതിയ വാഹനം വാങ്ങുവാൻ, സ്വത്ത്, സ്വർണം, ഭൂമി എന്നിവ വാങ്ങി അതിൽ ക്രയവിക്രയം ചെയ്ത് കൂടുതൽ സാമ്പത്തിക നേട്ടവും പുരോഗതിയും ഉണ്ടാക്കുവാനും കഴിയുന്നു. ജോലി സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ ഉള്ള വിദേശയാത്ര ചെയ്യേണ്ടി വരുന്നതായും മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ആഗ്രഹ സാഫല്യം, മനസ്സമാധാനം, സന്തോഷം, അങ്ങനെ ജീവിതത്തോട് വളരെയധികം താല്പര്യവും പൊതുവെ ഉന്മേഷവും ഉത്സാഹവും അനുഭവപ്പെടുന്നതായി കാണുന്നു. ഈ വർഷം മധ്യം മുതൽ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ദേഹത്തിൽ ചെറിയ പരിക്കുകൾ, മുറിവ്, ചതവ് എന്നിവയും ത്വക്ക് അലർജി സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാം. വർഷം അവസാനം വരെയുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അരിഷ്ടതകൾ ഉണ്ടാകാമെന്നതുകൊണ്ട് തന്നെ ജോലി, കർമ്മരംഗങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്ന അതേ ഗൗരവത്തിൽ തന്നെ താങ്കളുടെ ആരോഗ്യകാര്യങ്ങളിലും അതീവ ജാഗ്രതയും ശ്രദ്ധയും കാണിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. പൊതുവെ നിങ്ങൾക്ക് ഈശ്വരാധീനം കാണുന്നുണ്ടെങ്കിലും അനാവശ്യമായ സാമ്പത്തിക ചെലവുകൾക്ക് സാധ്യത വളരെ ഏറെയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതിലൂടെ വന്നു ചേരുന്ന ചില പ്രശ്നങ്ങൾ പിന്നീട് നിങ്ങൾക്ക് വളരെ സങ്കീർണമായ കാര്യങ്ങളിൽ തടസ്സങ്ങളും നിരാശാജനകമായ ഫലങ്ങളും പ്രദാനം ചെയ്യുന്നതാകയാൽ അക്കാര്യങ്ങൾ നിഷ്കർഷമായി ശ്രദ്ധിക്കുകയും അത്തരം സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി നിൽക്കേണ്ടതും അനിവാര്യമാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ തൊഴിൽപരമായ ഉയർച്ച, സഹോദര സ്ഥാനങ്ങളിലുള്ളവരുടെയും സന്താനങ്ങളുടെയും ഗൃഹനിർമ്മാണം, കുടുംബത്തിലെ വളരെ അടുത്ത ബന്ധുക്കളിലൂടെയും വിദേശഗമനത്തിലൂടെയും സാമ്പത്തിക നേട്ടങ്ങൾക്കും തുടർന്നുള്ള ജീവിത ഐശ്വര്യത്തിനും സാധ്യത കാണുന്നുണ്ട്. ഇനി വരുന്ന സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാന പാദത്തോടെ തന്നെ നിങ്ങളുടെ നിലവിലുണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളും ഈശ്വരാധീനം കൊണ്ട് തരണം ചെയ്യാൻ സാധിക്കുന്നതായി കാണുന്നു. കാലാകാലങ്ങളായുള്ള കുടുംബ പ്രശ്നങ്ങൾ ഈ വിഷു കഴിയുന്നതോടെ തന്നെ മാറുന്നതായും നിങ്ങളുടെ നിലവിലുള്ള ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി കൂടുതൽ സൗകര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും സാധിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാറ്റം, പുരോഗതി തുടങ്ങിയവയും കാണുന്നുണ്ട്. സർവ്വരോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും ശമനം, കുടുംബത്തിലുള്ളവർക്കെല്ലാം ലക്ഷ്മി കടാക്ഷം, ഈശ്വരാനുകൂലം, ഇത് രണ്ടും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് എന്നിവ കാണുന്നു. സന്താനഭാഗ്യമില്ലാതിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം കൈവരിക്കാൻ വേണ്ടതായ ചികിത്സ ഫലവത്താവുന്ന സമയമാണിത്. സന്താനഭാഗ്യം കൈവരുന്നതായും കാണുന്നു. കാർഷിക മേഖല, വ്യാപാരം, വ്യവസായം തുടങ്ങിയവയിലൂടെയുള്ള വരുമാനം പൊതുവെ തൃപ്തികരമാണെന്ന് കാണാം. നിലവിലുള്ള കർമ്മരംഗങ്ങൾ കൂടാതെ പുതിയ മേഖലകൾ കൂടി നോക്കുന്നത് വളരെയധികം ഗുണഫലങ്ങൾ നേടിത്തരുന്നതായി തെളിയുന്നു. നിലവിലുള്ള ജോലിയോ ബിസിനസ്സോ കൂടെ തന്നെ നിങ്ങൾ വേറെ കർമ്മരംഗങ്ങളിൽ കൂടെ ഏർപ്പെടുന്നത് വളരെ ഗുണഫലങ്ങൾ നേടിത്തരുന്നതായാണ് കാണുന്നത്. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായ വർഷമാണിത്. പ്രതീക്ഷിക്കാത്ത സ്ഥാനമാനങ്ങൾ പ്രാപ്തമാകുന്നതും ദേശീയ ശ്രദ്ധ ലഭിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതായും കാണുന്നുണ്ട്. അതിലൂടെ തനിക്കും കുടുംബത്തിനും കീർത്തിയും യശസ്സും ലഭിക്കുന്നതായി കാണുന്നു. ഇനി സിനിമ, കല, സാഹിത്യം തുടങ്ങി മേഖലകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കും പുതുതായി പ്രവേശിക്കുന്നവർക്കും തന്നെ വളരെ നല്ല അനുകൂലമായ സമയമാണ്. പുതിയ പ്രൊജക്റ്റുകളിൽ ഏർപ്പെടാനും
നിലവിലുള്ളവയിൽ നിന്നും ലഭിക്കുന്ന ഗംഭീര വിജയങ്ങൾ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും, അതിലൂടെ ലഭിക്കുന്ന സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ പൊതുസമ്മതിയും ഉന്നത ബന്ധങ്ങളും പ്രദാനം ചെയ്യുന്നതായും കാണുന്നു. ഇനി നിങ്ങൾക്കുള്ള ദൈവാനുകൂലം നിലനിർത്താനും നിലവിലുള്ള ചെറിയ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും മാറുവാനുമായി ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാം. ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്, ചെയ്തേ പറ്റൂ. സാധിക്കുമ്പോഴെല്ലാം വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ, പ്രധാനമായും ശ്രീ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണെങ്കിൽ ബഹുവിശേഷമായി ഫലം എന്നുകൂടി പറയട്ടെ. കദളി പഴക്കുല സമർപ്പണം, ഭാഗ്യസൂക്ത അർച്ചന, മഞ്ഞപ്പട്ട് സമർപ്പണം, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്ന ഭാഗ്യാനുഭവങ്ങൾ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും കൂടാതെ നിർബാധം നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അനുഭവിക്കാൻ അർഹതയുള്ളവരാക്കി തീർക്കുന്നു. കൂടാതെ നാഗദൈവങ്ങൾക്ക് വഴിപാട് നടത്തുന്നതും അന്നദാനം, മറ്റ് ദാനധർമ്മങ്ങൾ എന്നിവ നടത്തുകയും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് ചെയ്യുകയും വേണ്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ രണ്ടാമത് എടുത്തു പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തന്നെ നിർബന്ധമായി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത് വളരെയധികം ശ്രദ്ധിച്ച് ഞാൻ മുൻപ് സൂചിപ്പിക്കാറുള്ളത് പോലെ ഒരു നോട്ടിലോ മറ്റോ എഴുതിയെടുത്ത് അത് അതാത് സമയങ്ങളിൽ ഫോണിൽ റിമൈൻഡറായിട്ടും സെറ്റ് ചെയ്യാം. വിഷുഫലങ്ങൾ ശ്രവിക്കുന്നതോടൊപ്പം തന്നെ കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ വിഷുഫലങ്ങളുടെ അവസാനം പറയുന്ന ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ നിർബന്ധമായും ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചെയ്യണം. നമുക്ക് ഈ ജീവിതത്തിൽ പല പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ചെറുതായാലും വലുതായാലും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പം ചെറിയ പ്രശ്നമായാലും വലിയ പ്രശ്നമായാലും നമ്മുടെ സമയം ഒരുപാട് പോകുന്നുണ്ട്, ആയുസ്സും ആരോഗ്യവും ജീവിതവും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നമായാലും വലിയ പ്രശ്നമായാലും അത് വരുവാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട്, അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ ആ ക്ഷണം തന്നെ അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് പ്രതികരിച്ച് വേണ്ടുന്നത് ചെയ്യുക. എ പ്രോപ്പർ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 പീപ്പിൾ എന്നാണ് പറയുന്നത്. വളരെ യഥാസമയം ചെയ്യുന്ന തുന്നൽ 9 പേരെ രക്ഷിക്കുന്നു എന്ന് സാരം. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സര ആശംസകൾ നേരുന്നു. സർവൈശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.